ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗാപ്സരസോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും വന്യകഥാപസവേ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമ അദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോട് അവതരിച്ചിടിനാൻ രാമം ദശരഥനന്ദനമനു ഉൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മരാമ ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലധാര നമോസ്തുതേ അഖിലാധര നമസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മനുഷ്യാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി തത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഖനാത്മാവായി ശിവനായി നിരീഹനായി അകാലത്വ സൃഷ്ടിയും ചക്ഷുർനിർമീലനം കൊണ്ടു സംസാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീതാപസേന്ദ്രന്മാർ നിരാശയാ സ്വൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം. ചിൽപുരുഷാദേ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയിലുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും. ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ. ത്വൽകഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരമാവതേ പാതിയും പോയിടൂ ഭൂഭാരമിന്നു നിൻ ബാധിച്ചു കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായ ആയോധനെ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ ഒന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതീ ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറിഞ്ഞിടിനാൻ അന്നേരം. അധികായവധം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹം തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട്. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരകാന്തനും മുഹുരേവം മഹോദരനും മഹാഭാർഷനും മത്തനുന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു. ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുവിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയും ഉണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്ത് സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ
പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിരുവരെൺവരും ഓർക്കു പുറപ്പെട്ടു ചെന്നു കണ്ടളവു കോടടുത്തു പ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തോ ഒരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചൊല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിരാശു കവിവരന്മാരെയും നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായി ഒലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതാന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതീ രൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി ആന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരികയുമായി വന്നു ദേവേന്ദ്രപുത്രതനോടേറ്റിതു വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശരസുമണഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശൻ അന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനുന്മത്തനും മരിച്ചാർ കവി സത്തമന്മാരോട് എതിർത്താൻ അതിസത്വരം വിശ്വൈക വീരനധികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേജത്തിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച് അസ്ത്രജ്ഞനത്യർത്ഥമോ ഉത്തത ചിത്തനായി ദാരുണമായി പ്രവഹിച്ചു തുടങ്ങിനാർ വാരണവാജി പദാതിരഥികളും. അന്തകൻ തൻ പുരയിൽ ചെന്നു പുക്കവർ അന്തം വരുന്നതും യുദ്ധത്തിനായി ചെറുഞാണലിയുമിട്ട് നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചതു മണ്ടിത്തുടങ്ങിനാൾ. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താരതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നെടുക്കും വിധോ തൽക്ഷണേ വൃത്യമുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ലേഞ്ഞു ഏറ്റവും അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകം ഉണ്ടതുകൊണ്ടിവനേൽക്കയില്ലാന്നുയുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തും ഉന്നതനായ ദശാനനൻ തന്നെയും ഒന്നു പാലിക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജന്തൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്നിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചോനതു നേരം ഭൂമൗപതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികെ വെച്ചു കൈതൊഴുതിടിനാ രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ വിധിയെന്നലറി ദശകണ്ഠനും ഇന്ദ്രജിത്ത് മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കൊരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവും എന്തിനീ നല്ലതു ശങ്കരാ ദൈവമേ. ഇത്തം വിലാപിച്ചു നേരത്തു ചെന്നു ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതും ഉണ്ട് അത്തലും തീർത്തിങ്ങിരുന്ന അരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധ ചെയ്യിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്ന് എന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ജംബാരിജിത്തും നികുംബിലാപുക്കിതു സംഭാരജാലവും സമ്പാദ്യസാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം രക്തമാല്യാംബരഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടുജ്ജലിപ്പിച്ച അഗ്നിദേവനെ
ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രഭാനു പ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടും അന്തർധാനം വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായ ആശരൻ പോർക്കളം ബുക്കോരു നേരം കവികളും രാക്ഷസരെ ചെന്ന് തടുത്തിടിനാൻ മേഘജാലം വരിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകിത്തുടങ്ങിനാൻ പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രവഹിച്ചു തുടങ്ങിനാർ വാരണവാജിപദാതിരഥികളും അന്തകന്തൻ പുരിയിൽ ചെന്നു ബുക്കവർ കന്തം വരുന്നത് കണ്ടോരു രാവണി സന്താപമോടന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വമ്പരാം മർക്കടന്മാരുടെ മെയ്യിൽ 150 100 200 500 അമ്പുകൾ കൊണ്ടു വിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈഞ്ചനും 5 ജഗജന്മേലും 90 ബാണം നളനും തറച്ചതി ദിവണ്ണമേറ്റു ഗന്ധമാദനന്മയിലും 20 നീലനും 30 ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയിലും 6 വനസനും 7 വിനത 6 സുഷേണനും 8 കുമുദനും 6 ബാണം വൃഷഭനും കേസരിക്ക് 6 150 കൂടെ വന്നേറ്റിതു 10 ശതബലിക്ക് 9 ധൂമ്രനും 10 1 പ്രമദാദിക്കുമേറ്റിതു 10 പുനർ 25 ശക്തിയേറും വേഗദർശിക്കുക അതുപോലെ 40 കൊണ്ടു രതിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗവയനും 5 ശരഭനും 3 4 സുമുഖനും ദുർമുഖനേറ്റിതു 24 സമാനമായ 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട 50 അഗ്നിദേവദനും അങ്കദന്മേൽ 75 കൊണ്ടിരു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം ഇത്തം കവികുലനായകന്മാർ 67 കോടിയും വീണിതു കൂതല് മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോരനന്തരം ആവതില്ലേതും ഇതിന്നു നമുക്കൊന്നു ദേവദേവന്മാരമ അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞില്ലേ നിൽക്കെ രാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ മേഘനാഥൻ മഹാവീര്യപ്രദധരൻ ശോകവിഷണ്ണനായി നിശ്ചലമായിതു ലോകവും കൗണവാദീശജയത്തിനായി ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനാൻ ലേഖസമൂഹവും ആഴ്കി ഗദാശയാം ഉഷദഹരണയാത്ര കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ പൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നു അറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിൽ ആരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തന്മിലന്യോന്യം അറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നേടിനാർ പിന്നെയും പാദോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ നന്നായിതെങ്കിൽ നീ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുതിരം കൊണ്ട് നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിവാദിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതോ സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ എന്നതു കേട്ടവൻ ചോദിച്ചിതാ ആശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടെല്ലാം ഭവാനേറ്റമേ ആകയാൽ
മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആപതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തോടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികൾ അവരെ അവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്താവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനതിനല്ലോ മരിച്ചില്ലെന്നവൻ കൊല്ലകാൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീയെ. പോകവേണം നീ ഹിമവാനെയും കടന്ന് ആകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിങ്കല ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിക നീ. 4 ദിവ്യൌഷധങ്ങൾ അവറ്റിനു 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ. പിമ്പു സന്താനകരണി, 3-മതും നല്ല സുവർണകരണി, 4-മതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണുമവ 2ലും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ട് 4നും വേദസ്വരൂപങ്ങളെന്നറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുതനന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ച മണ്ഡവും ശങ്കരശൈലവും നേരെ ധരാ നദിയുമാ മളകാപുരം മേരുഗിരിയുമോ വൃഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമി രാവണ സംവാദം. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയി തറഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോട് ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രീഞ്ചരാധിപൻ ഭാരം വിചാരം കലർന്നു വരുവിനാൽ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവ് അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രീഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചള. അതിവിസ്മയം പൂണ്ടവർ ആനന്ദപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ ആർക്കോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങെഴുന്നള്ളാവൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതോ ഒക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു ആത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. പറയും അടിപ്പിച്ചത് ആത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണം അതിനു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ ബുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര, സാമവാമെന്നുടെ വാക്കുകൾ കേൾക്കണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിൽ
എനിക്കേതുമില്ലോ ഒരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞെന്തോ ഒരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും അന്തജടാത്മകമായ ദേഹം കൊണ്ട് എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യക്ഷ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ച് തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടുകൊണ്ടാത്മാനമാൽപന സാൽവോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യം മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായ എന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃത്തത്തിനേകത സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതേശ കൃഷ്ണാദി മയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണഹിംസാദികളോടെ തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ ഭോക്തൃത്വ മുഖ്യഗണങ്ങളെ നിത്യമത്താത്മാവാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിത് അന്വഹമായ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയവനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യ പ്രകൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികല്പമില്ലോർക്ക നീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ സ്വബുദ്ധ്യാ നിരന്തരം കൃത്പത്മകർണികാ മധ്യേ സുവർണപീഠോൽപലെ രത്നഗണാഞ്ജിതേ നിർമ്മലെ ശ്ലേഷ്ണേ മൃദുധരെ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരസനസ്തം വിശാലവിലോചന ഐരാവതീ തുല്യ പീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാംഗുലി യാതൊരു രത്നാഞ്ജിത കുണ്ടല നൂപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യവന മാലികാധാരം ശ്രീവത്സവക്ഷം വക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം വരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേരി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തര തിങ്കലുള്ളൊരു കന്മഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതിഭക്തിയെ സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാകൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവം. രാമേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽക്കളം ഛേദിപ്പതിനരുമ്പെട്ടു ചൊല്ലിയിടിനാൻ.
ഇന്നെ വെട്ടിക്കളഞ്ഞിട്ട് ഇനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമടോ. കാലനേമി ആചരനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതി ദോഷതാഭാവം ഇതുകൊണ്ടു പിമ്പലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനെന്ന് അതെന്നുടെ സൽഗതിക്കെന്നു ധരിക്കനേ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ ആദ്യ സമുദ്യുക്തനായേൻ മടിയാതെ. കാലനേമ്യൂതം എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ദൃപൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായ വിരചിതം നാനാ മുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുത മൃഷ്യാശ്രമം കണ്ടു ആയോധനേനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെ ഒരാശ്രമം എന്തുമൂലം കണ്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെൻ മനോവിഭ്രമമല്ലല്ലി. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്ത് കാണാം മഹർഷതം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവന അനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട മായാശ്രമം രംഭാപനസകർജൂരകേര സമ്പൂർണമത്യച്ഛതോയകാഭിയുതം. കാലനേമിത്രിയാമാചാരനും തത്ര ശാലയില്ലത്യുതി സദസ്യാദികളോടും ഇന്ദ്രയോഗം ദൃഢമാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തു രഞ്ജകൽ പ്രാണതനയനു ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിരു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നാൽ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലു സ്ഥലം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കുറഞ്ഞു ഉറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനെ ഭൂതവും ഭാവിയും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ട് ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവ വീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിരുന്നെല്ലാവരും ആഹവത്തിങ്ങൊരുമിച്ചിടു നിന്നിടിനാൻ. ഇത്തമ്മ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പൊരുതുമേ ദാഹം അതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതമായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്ന ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാൻ. അയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു ഉപാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടൊരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാമപ്സര സ്ത്രീമണി വാതാത്മജനോട് ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്ക് ഇന്നു വന്നു ശാപമോക്ഷം കവിവര. മുന്നമൊരപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലിരി മേ നാമം മഹാമതേ മാന്യനാം നീ ഇനിയെന്തു
നീ ഇനിയൊന്നു സഹധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതോ താപസദേവഭൂതേയാദി ഹിംസകൻ ദുഷ്ടനെ വേഗം മതിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. പോയാളീ വണ്ണം പറഞ്ഞവൾ മാരുതിമായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാനവനോട് ചെന്നാനാസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാലമിനി കളയാതെ വരിക നീമോ മൂലമന്ത്രോപദേശം ചെയ്യുവനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക. ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കവിവരൻ ഒന്നടിച്ചാൻ അതുകൊണ്ട് അവനും തഥാ ചെന്നു ബുക്കിയിടിനാൻ ധർമ്മരാജാലയം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി.